സംസ്ഥാനത്ത് ഇന്ന് 16,012 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.99%. 27 മരണവും സ്ഥിരീകരിച്ചു. രേഖകൾ വൈകിയ 214 മരണങ്ങളും അപ്പീൽ നൽകിയ 251 മരണവും റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ 61,626 ശരൺ ചേരുന്നു. ശരൺ, രോഗികളുടെ എണ്ണത്തിൽ ഓരോ ദിവസവും കുറവ് വരുന്നത് ആശ്വാസകരമാണ്. മരണസംഖ്യ വലിയ വ്യത്യാസമില്ലാതെ തുടരുന്നു. എന്താണ് ഇന്നത്തെ സ്ഥിതി? സംസ്ഥാനത്ത് 24 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ പ്രതിദിന കേസുകളുടെ എണ്ണം 20,000-ന് താഴെ എത്തിയിരുന്നത്. ഇന്നലെ 18,000-ലധികം കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇന്നത് 16,000-ലേക്ക് എത്തിയിരിക്കുന്നത്, 16,000-ലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ന് 16,012 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 80,089 സാമ്പിളുകളാണ് പരിശോധിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. 80,089 സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് 16,012 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും വലിയ കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഒരു ഇടവേളയ്ക്ക് ശേഷം 20% താഴേക്ക് എത്തിയിരിക്കുന്നു. 19.99 ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കായി രേഖപ്പെടുത്തിയിരുന്നത്. ഇന്നലെ 22.3 ആയിരുന്നാണ് ഇന്ന് അത് 19% കുറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് 2,732, തിരുവനന്തപുരത്ത് 1,933, കൊല്ലത്ത് 1,696, കോട്ടയത്ത് 1,502, തൃശൂർ 1,357 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുതിയതായി ആശുപത്രികളിൽ പ്രവേശിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണത്തിൽ നേരിയ വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്നലെ 3.4% ഇന്നത് 3.6% വർദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ 2,05,410 കോവിഡ് കേസുകൾ, ആക്റ്റീവ് കേസുകളാണുള്ളത്. ഇതിലാണ് 3.6% രോഗികൾ പുതിയതായി ആശുപത്രികളിൽ പ്രവേശിക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 27 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ രേഖകൾ വൈകി ലഭിച്ചതുകൊണ്ടുള്ള 214 മരണങ്ങളും സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 251 മരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ആകെ മരണം 61,626 ഉയർന്നിട്ടുണ്ട്. ശരി, നന്ദി ശരൺ. ഹിജാബ് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിയമങ്ങൾ പാലിക്കാനാകില്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്ന് മാറിപ്പോകണം. ഹിജാബിന്റെയും തലാഖിന്റെയും പേരിൽ പെൺകുട്ടികളെ അടിച്ചമർത്തുന്നതായും ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഹിജാബ് അനുകൂലികൾക്കെതിരെ ശക്തമായ വിമർശനമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ചത്. ഹിജാബ് സമൂഹത്തെ ഭിന്നിപ്പിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിയമങ്ങൾ പാലിക്കാനാകില്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്ന് മാറിപ്പോകണം. നിയമലംഘകരുടെ വാശിക്ക് മുന്നിൽ മുൻ സർക്കാരുകൾ അടിയറവ് പറഞ്ഞു. മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ജനങ്ങൾ സമയമെടുത്തേക്കും. ഹിജാബിന്റെയും തലാഖിന്റെയും പേരിൽ കുട്ടികളെ അടിച്ചമർത്തുന്നതായി ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ ഗവർണർ പറഞ്ഞു. People for their own personal political gains, they use the name of the religion. Nobody is going to deny you the choice, whatever you want to wear, wear at home, wear in the marketplace, wear. First of all, if you strictly go by the law which you are invoking to insist that you want to wear hijab, that law does not allow you to step outside home. പ്രവാചകന്റെ കാലത്തെ സ്ത്രീകൾ ഹിജാബ് അനാവശ്യമാണെന്ന് വിശ്വസിച്ചിരുന്നു. ഏറ്റവും സുന്ദരമായ സൃഷ്ടികളിലൊന്നാണ് മനുഷ്യർ. സൗന്ദര്യത്തിൽ പ്രതിഫലിക്കുന്നത് ദൈവത്തിന്റെ മഹത്വമാണെന്ന് അക്കാലത്ത് സ്ത്രീകൾ വിശ്വസിച്ചിരുന്നു. ദൈവം അനുഗ്രഹിച്ചു നൽകിയ സൗന്ദര്യം മറച്ചുവെക്കാനുള്ളതല്ല എന്ന് ആദ്യ തലമുറയിലെ സ്ത്രീകൾ വാദിച്ചിരുന്നുവെന്നും ഗവർണർ പറഞ്ഞു. ന്യൂസ് 18 ഡൽഹി. ഹിജാബിനുള്ള വിലക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന മൌലിക അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണെന്ന് മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി അംഗം സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇതിനെ മതവിഷയമായി കാണേണ്ടതില്ല. വിഷയം കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ബാധിക്കുമെന്ന ആശങ്കയുണ്ടെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ ജാഗ്രതയോടെ തന്നെ രംഗത്തുണ്ട് എന്നുള്ളത് നമ്മുടെ ഇന്ത്യയുടെ ആ വൈരുദ്ധ്യത്തിലും എല്ലാവരും വൈവിധ്യങ്ങളിൽ എല്ലാവരും ആ വൈവിധ്യങ്ങളെല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. വൈവിധ്യങ്ങളെ വൈരുദ്ധ്യങ്ങളായി കാണരുത്. ചില ആളുകൾ അങ്ങനെ കാണുന്നുണ്ട്. എന്നാൽ ഈ വൈവിധ്യങ്ങളെ അംഗീകരിച്ച ആ വൈവിധ്യങ്ങളിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യമുള്ളത്, നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം ഉള്ളത്.
ഹിജാബ് വിഷയം അടിയന്തരമായി പരിഗണിക്കാനാകില്ലെന്ന് ആവർത്തിച്ച് സുപ്രീം കോടതി. ഉചിതമായ സമയത്ത് ഹർജി പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് NV രമണ വ്യക്തമാക്കി. വിഷയത്തിൽ വിധി വരും വരെ കോളേജുകളിൽ മതപരമായ വേഷങ്ങൾ ധരിക്കരുതെന്ന കർണാടക ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെയാണ് ഹർജി സമർപ്പിച്ചിരുന്നത്. വിഷയം ദേശീയ തലത്തിലേക്ക് വ്യാപിക്കരുതെന്നും കോടതി വ്യക്തമാക്കി. യുപിയിൽ കാട്ടുനീതിയാണ് നടക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. യോഗി ആദിത്യനാഥിന്റെ വിശകലനം കേരളവും യുപിയും തമ്മിൽ താരതമ്യ ചർച്ചകൾക്ക് വഴിവെച്ചു. യുപി കേരളമായാൽ ജനങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകും. എല്ലാ മേഖലകളിലും കേരളം വളരെ മുന്നിലാണെന്നും കണക്കുകൾ നിരത്തി കോടിയേരി വിശദീകരിച്ചു. ദേശീയ തലത്തിൽ ഒരു തെറ്റായ ചിത്രം നൽകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം കേരളത്തെക്കുറിച്ച് രാജ്യത്താകെ ചർച്ച ചെയ്യാൻ സഹായകരമായിരിക്കുകയാണ്. BJP ഉത്തർപ്രദേശിൽ തോറ്റാൽ ഉത്തർപ്രദേശ് കേരളമാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാട്ടുനീതിയാണ് ഉത്തർപ്രദേശിൽ നടക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ കേരളത്തിലെ ഭരണമാണ് യോഗി ആദിത്യനാഥ് താരതമ്യം ചെയ്തതെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. കേരളത്തിൽ ഗുണ്ടാ ആക്രമണങ്ങൾ വർദ്ധിച്ചപ്പോൾ യുപിയിൽ ഗുണ്ടാരാജ് ഇല്ലാതാക്കി. കേരളത്തിന്റെ വികസനം ജനങ്ങളുടെ നേട്ടമാണ്. പിണറായിയുടെ ഭരണത്തിൽ തൃപ്തിയെങ്കിൽ കോൺഗ്രസ് തുറന്നു പറയണമെന്നും V മുരളീധരൻ പ്രതികരിച്ചു. കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ കേരളത്തിലെ ക്രമസമാധാന പാലനം മെച്ചപ്പെട്ടു എന്ന അഭിപ്രായമുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവും ആ കാര്യം തുറന്നു പറയണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കേരളത്തിനെതിരായ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പരാമർശം ഫെഡറലിസത്തിന് വിരുദ്ധമെന്ന് ഇടത് MPമാർ. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും അനുമതി നിഷേധിച്ചു. നടപടിയിൽ പ്രതിഷേധം കാണിച്ച് ഇടത് MPമാർ രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലോക്സഭയിൽ NK പ്രേമചന്ദ്രനും TN പ്രതാപനും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് തേടിയിരുന്നു. BJPക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ഉത്തർപ്രദേശ്, കേരളം, കശ്മീർ, ബംഗാൾ സംസ്ഥാനങ്ങൾ പോലെയാകുമെന്നായിരുന്നു യോഗി ആദിത്യനാഥിന്റെ വിവാദ പരാമർശം. തൃശൂർ പുതുക്കാട് ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. എഞ്ചിനും 4 ബോഗികളുമാണ് പാളം തെറ്റിയത്. ഇതേ തുടർന്ന് തൃശൂർ എറണാകുളം റൂട്ടിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ഒരു ലൈനിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു. 4 ട്രെയിൻ സർവീസുകൾ പൂർണ്ണമായും, വിവിധ ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി. ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ച് ബോഗികൾ ഉയർത്താനുള്ള ശ്രമം തുടരുന്നു. BPCL ഇരുമ്പനം പ്ലാന്റിലേക്ക് ഇന്ധനം നിറയ്ക്കാൻ പോവുകയായിരുന്ന ചരക്ക് ട്രെയിനാണ് ഉച്ചയ്ക്ക് ശേഷം 2:30 പാളം തെറ്റിയത്. പുതുക്കാട് ക്യാബിൻ ഗേറ്റിനും കുറുമാലിപ്പുഴയ്ക്കുമിടയിലാണ് അപകടം. എഞ്ചിനും 4 ബോഗികളും പാളത്തിൽ നിന്ന് തെന്നി മാറിയ നിലയിലാണ്. രണ്ടാമത്തെ പാതയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ട്രെയിൻ വേഗത കുറച്ചോടിയതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത് എന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. അപകടത്തെ തുടർന്ന് എറണാകുളം തൃശൂർ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ഒരു ലൈനിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു. 4 ട്രെയിനുകൾ റദ്ദാക്കി. വേണാട് എക്സ്പ്രസ്, എറണാകുളം ഷൊർണൂർ, എറണാകുളം ഗുരുവായൂർ അൺറിസർവ്ഡ് എക്സ്പ്രസ്, പാലക്കാട് തിരുനെൽവേലി എക്സ്പ്രസ് എന്നിവയാണ് റദ്ദാക്കിയത്. വിവിധ ട്രെയിൻ സർവീസുകൾ ഭാഗികമായി റദ്ദാക്കിയതിന് പുറമെ ചില ട്രെയിനുകൾ വൈകി ഓടുന്നുമുണ്ട്. ട്രെയിൻ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ന്യൂസ് 18 തൃശൂർ. തിരുവനന്തപുരം അമ്പലമുക്കിലെ ചെടി വിൽപ്പന കേന്ദ്രത്തിലെ ജീവനക്കാരി വിനീതയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി രാജേന്ദ്രൻ കൊടും കുറ്റവാളിയെന്ന് പോലീസ്. പ്രതി രാജേഷ് എന്ന രാജേന്ദ്രൻ 2014 തമിഴ്നാട്ടിൽ കസ്റ്റംസ് ഓഫീസറെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ്. ആ കേസിലെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇയാൾ കേരളത്തിലേക്ക് കടക്കുകയായിരുന്നു. പേരൂർക്കടയിലെ ഹോട്ടൽ ജീവനക്കാരനായ രാജേന്ദ്രൻ ലോക്ഡൌൺ ദിനമായ ഞായറാഴ്ച മോഷണം നടത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് അമ്പലമുക്ക് ഭാഗത്തെത്തുന്നത്. മാല പൊട്ടിക്കുന്നതിനായി ഒരു സ്ത്രീയെ പിന്തുടർന്നെങ്കിലും സാധിച്ചില്ല. അപ്പോഴാണ് ചെടിവിൽപ്പന കേന്ദ്രത്തിലെ വിനീത ശ്രദ്ധയിൽപ്പെടുന്നത്. 3 തവണ കടയുടെ മുന്നിലൂടെ നടന്ന് പരിസരം മനസ്സിലാക്കിയ ശേഷം കടയ്ക്കുള്ളിലേക്ക് കയറി ചെടിച്ചട്ടി വേണമെന്നാവശ്യപ്പെട്ടു. രാജേന്ദ്രന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് വിനീത ബഹളം വയ്ക്കാൻ ശ്രമിച്ചു. ഈ സമയം രാജേന്ദ്രൻ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് വിനീതയുടെ കഴുത്തിൽ കുത്തി. യുവതിയുടെ മരണം ഉറപ്പാക്കിയ ശേഷമാണ് കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിച്ചത്. തമിഴ്നാട്ടിൽ 2014 കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾ പ്രതിയാണ്. 2014 ഇവൻ തമിഴ്നാട്ടിലെ ഒരു മർഡർ കേസിലെ പ്രതിയായിട്ടും അവിടെ റൗഡി ഹിസ്റ്ററി ഷീറ്റും മറ്റു കാര്യങ്ങൾ ഉള്ളതായിട്ടാണ് മനസ്സിലാവുന്നത്. കൊലപാതകം കഴിഞ്ഞ് താൻ എവിടേക്കാണ് പോയതെന്ന് മനസ്സിലാകാതിരിക്കാൻ ഉള്ളൂർ, മുട്ടട തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയതിനു ശേഷമാണ് പേരൂർക്കടയിലെ ഹോട്ടലിലേക്ക് തിരികെ എത്തുന്നത്. തിങ്കളാഴ്ച തമിഴ്നാട്ടിലേക്ക് പോയ രാജേന്ദ്രൻ ചൊവ്വാഴ്ച തിരികെ എത്തി. ഇതിനിടെ കൊലപാതകത്തിനിടെ ഉണ്ടായ മുറിവിന് പേരൂർക്കട സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം.
പാലക്കാട് കുഴൽമന്ദത്ത് 2 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ അപകടം കെഎസ്ആർടിസി ഡ്രൈവർ കരുതിക്കൂട്ടി ഉണ്ടാക്കിയതെന്ന ആരോപണവുമായി കുടുംബം. അപകടത്തിൽ മരിച്ച കാസർഗോഡ് സ്വദേശി സബീത്തിന്റെ സഹോദരൻ ശരത്താണ് ആരോപണവുമായി രംഗത്തെത്തിയത്. സംഭവത്തിൽ വടക്കഞ്ചേരി ഡിപ്പോയിലെ ഡ്രൈവർ CL ഔസേപ്പിനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ചയുണ്ടായ അപകടത്തിലാണ് പാലക്കാട് കാവശ്ശേരി സ്വദേശി ആദർശ് മോഹൻ, കാസർഗോഡ് സ്വദേശി സാബിത്ത് എന്നിവർ മരിച്ചത്. യുവാക്കളുടെ ദാരുണ മരണത്തിന്റെ കാരണം കെഎസ്ആർടിസി ഡ്രൈവറുടെ വീഴ്ചയാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വടക്കഞ്ചേരി ഡിപ്പോയിലെ ഡ്രൈവർ CL ഔസേപ്പിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനിടെ ബസ് ഡ്രൈവർക്കെതിരെ ഗുരുതര ആരോപണവുമായി സാബിത്തിന്റെ കുടുംബം രംഗത്തെത്തി. കുഴൽമന്ദം എത്തുന്നതിന് കിലോമീറ്ററുകൾക്ക് മുൻപ് കെഎസ്ആർടിസി ഡ്രൈവർ മരിച്ച ആദർശുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടു. ഇതേ തുടർന്നാണ് കെഎസ്ആർടിസി ഡ്രൈവർ മനഃപൂർവ്വം അപകടമുണ്ടാക്കിയതെന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്ന് സാബിത്തിന്റെ സഹോദരൻ പറഞ്ഞു. മനഃപൂർവ്വം ചെയ്തതാണ്. ഇവർ കുറച്ച് മുന്നേ എന്തോ വാക്കേറ്റൊക്കെ ആയിരുന്നു, ഡ്രൈവറോട് എന്തോ തർക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ള സംശയം അവർക്കുണ്ട്, അപ്പോൾ നമുക്കുണ്ട് ആ സംശയം. അവിടെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ രാവിലെ അവിടെ നിന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നു, അവിടെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മനഃപൂർവ്വം അയാൾ അടുപ്പിച്ചതാണ് വണ്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു. കെഎസ്ആർടിസി ബസ്സിലുണ്ടായിരുന്നവർക്ക് ഇക്കാര്യം അറിയാമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കെഎസ്ആർടിസി നടത്തിയ അന്വേഷണത്തിൽ ഡ്രൈവറുടെ വീഴ്ചയാണ് അപകട കാരണമെന്ന് കണ്ടെത്തിയിരുന്നു. പിന്നാലെ ഔസേപ്പിനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. മുൻമന്ത്രി KT ജലീലിനെ പരോക്ഷമായി വിമർശിച്ച് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്. ഫേസ്ബുക്ക് വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ലെന്നും ലോകായുക്ത നിയമ ഭേദഗതിയുടെ 14-ാം വകുപ്പ് പ്രകാരം ഇപ്പോഴും റിപ്പോർട്ട് കൊടുക്കാൻ അധികാരമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മനസ്സിലാക്കാൻ 22 വർഷമെടുത്തുവെന്നും ലോകായുക്ത പരിഹാസരൂപേണ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചെന്ന ഹർജി ഈ മാസം 25-ലേക്ക് മാറ്റി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചുവെന്ന പരാതി പരിഗണിക്കുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു ലോകായുക്തയുടെ പരാമർശങ്ങൾ. ലോകായുക്ത നിയമത്തിലെ പുതിയ ഭേദഗതിയെക്കുറിച്ച് ഉപലോകായുക്ത ഹാറൂൺ അൽ റഷീദ് പറഞ്ഞപ്പോഴാണ് സിറിയക് ജോസഫ് ഇടപെട്ടത്. നിയമ ഭേദഗതിയെക്കുറിച്ച് ഇപ്പോൾ കോടതിയിൽ സംസാരിക്കേണ്ടെന്നും സെഷൻ 14 പ്രകാരം റിപ്പോർട്ട് കൊടുക്കാൻ ഇപ്പോഴും അധികാരമുണ്ടെന്നും സിറിയക് ജോസഫ് പറഞ്ഞു. റിപ്പോർട്ട് എന്ത് ചെയ്യണമെന്ന ചോദ്യം പിന്നീടാണ് ഉയരുന്നത്. അത് അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുമെന്നും ലോകായുക്ത പറഞ്ഞു. 22 വർഷം കഴിഞ്ഞിട്ടാണ് ലോകായുക്ത നിയമത്തിൽ തെറ്റുണ്ടെന്ന് കണ്ടെത്തിയെന്നും ഇടയ്ക്ക് സിറിയക് ജോസഫ് വിമർശനമുയർത്തി. മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും പറയുന്നതിന് ഇപ്പോൾ മറുപടി പറയേണ്ടതില്ലെന്ന് അഭിപ്രായപ്പെട്ട ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് തനിക്കെതിരെ തുടർച്ചയായി ഫേസ്ബുക്കിൽ വിമർശനമുയർത്തിയ KT ജലീലിന്റെ പേര് പറയാതെ വിമർശനമുയർത്തി. ഫേസ്ബുക്കിൽ പറയുന്നതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. വഴിയരികിൽ എല്ല് കടിച്ചുകൊണ്ടിരിക്കുന്ന പട്ടിയുടെ അടുത്ത് ചെന്നാൽ എല്ലെടുക്കാനെന്ന് കരുതും. പട്ടി എല്ല് കടിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് അതിൽ കാര്യമില്ല. എല്ലുമായുള്ള പട്ടിയുടെ ഗുസ്തി തുടരട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചുവെന്ന ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 25-ലേക്ക് മാറ്റി. അടിസ്ഥാനമില്ലാത്ത ഹർജിയായതിനാൽ തുടർ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി ലോകായുക്തയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. CPIയുടെ മന്ത്രിമാരും കൂടി തീരുമാനിച്ചതാണ് ലോകായുക്ത ഓർഡിനൻസ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അത് ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് കോടതികൾ പരിശോധിക്കട്ടെ. CPI അവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞു. CPI തിരുത്തൽ ശക്തിയാകുന്നത് നല്ലതാണ്. ഓർഡിനൻസ് നിലവിൽ വന്ന സാഹചര്യത്തിൽ ഇനി ചർച്ച എന്തിനാണെന്നും ഇനി ബില്ല് വരുമ്പോൾ ചർച്ച നടക്കട്ടെ എന്നും കോടിയേരി. അദ്ദേഹത്തിൻ്റെതായ നിലപാട്, പാർട്ടി നിലപാടല്ലേ അദ്ദേഹം പ്രകടിപ്പിക്കുക. അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞതായിരിക്കാം. ഞങ്ങളും CPI തമ്മിൽ പരിഹരിക്കാൻ കഴിയാത്തൊരു തർക്കവും ഇല്ല. അതാണ് പ്രശ്നം. ഏത് പ്രശ്നവും ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും. ചർച്ച വരുമ്പോഴല്ലേ അത് മനസ്സിലാവുള്ളൂ. അതിന് സമയമുണ്ടല്ലോ. അതിനു മുമ്പേ എന്തെല്ലാം വഴികളുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ശക്തമായ സംവിധാനമുള്ളൊരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. CPMന്റെ നേതൃത്വത്തിനും CPI നേതൃത്വത്തിനും ഇത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനുള്ള നല്ല കഴിവുള്ള നേതൃത്വമാണ് CPIക്കുള്ളത്. CPM സംസ്ഥാന സമ്മേളനത്തിന് ഒരുക്കങ്ങളായതായി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മാർച്ച് 1 മുതൽ 4 വരെ എറണാകുളത്താണ് സമ്മേളനം. പ്രതിനിധികൾ RT-PCR പരിശോധന നടത്തണം. മാറ്റിവെച്ച ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 15, 16 തീയതികളിൽ നടത്തും. പ്രതിനിധി സമ്മേളനം മാത്രമാകും ഉണ്ടാവുക. പാർട്ടി കോൺഗ്രസ് കരട് രാഷ്ട്രീയ പ്രമേയത്തിലെ ഭേദഗതി റിപ്പോർട്ട് മാർച്ച് 10-നുള്ളിൽ കേന്ദ്ര കമ്മിറ്റിക്ക് അയക്കും. കരട് രാഷ്ട്രീയ പ്രമേയ റിപ്പോർട്ട് ഫെബ്രുവരി 26-ന് ഓൺലൈനായി നടത്താൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതായും കോടിയേരി അറിയിച്ചു.
കോവിഡ് വ്യാപനത്തെ തുടർന്ന് മാറ്റിവെച്ച 26ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള മാർച്ച് 18 മുതൽ 25 വരെ നടക്കും. മാർച്ച് 18 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. 8 ദിവസത്തെ മേളയിൽ 14 തിയേറ്ററുകളിലായി 180ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. ഗുജറാത്തിലെ ഹരാമിനല്ല മേഖലയിൽ നിന്ന് 6 പാകിസ്ഥാൻ സ്വദേശികളെ പിടികൂടി. പ്രദേശത്ത് കൂടുതൽ പേർ ഒളിച്ചിരിക്കുന്നതായി വിവരം. ഇന്നലെ BSF നടത്തിയ തെരച്ചിലിൽ കച്ചിൽ നിന്ന് 11 പാക് ബോട്ടുകൾ പിടികൂടിയിരുന്നു. ചതുപ്പ് പ്രദേശത്ത് ഒളിഞ്ഞിരിക്കുന്ന പാക് സ്വദേശികളായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയ തെരച്ചിലാണ് 6 പേർ പിടിയിലായത്. 300 ചതുരശ്ര കിലോമീറ്ററിൽ BSF തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട് RSS പ്രവർത്തകൻ സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം. കേസിൽ ആകെ 20 പ്രതികളാണ്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 5 പേർ ഉൾപ്പെടെ 10 പേരുടെ കുറ്റപത്രമാണ് സമർപ്പിച്ചത്. ഈ കേസിൽ നേരത്തെ അറസ്റ്റ് ചെയ്തത് ജാമ്യം ലഭിച്ച ഒരാളുടെയും ഇനിയും അറസ്റ്റ് ചെയ്യപ്പെടാത്ത 9 പേരുടെയും കുറ്റപത്രം പിന്നീട് സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. നവംബർ 15-നാണ് സഞ്ജിത്തിനെ SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. മലയോളം നന്ദി. മലമ്പുഴയിലെ മലയിടുക്കിൽ നിന്ന് സൈന്യം രക്ഷപ്പെടുത്തിയ ബാബു വീട്ടിലെത്തി. മണിക്കൂറുകളോളം രക്ഷപ്പെടാനാകാതെ നിൽക്കുമ്പോഴും മരണഭയമുണ്ടായിരുന്നില്ലെന്ന് ബാബു ന്യൂസ് 18നോട് പറഞ്ഞു. രക്ഷപ്പെടുമെന്ന വിശ്വാസമുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദിയുണ്ടെന്നും ബാബു. രാവിലെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ബാബുവിന് ഡോക്ടർമാർ ഒരാഴ്ച വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സുമായിട്ട് രാവിലെ പത്രോട്ടിട്ട് മല കയറാൻ വേണ്ടി പോകാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ കയറി പാതിയിലെത്തിയപ്പോൾ അവർക്ക് വെള്ളം തയ്ക്കണം പറഞ്ഞപ്പോൾ തിരിച്ചിറങ്ങി പിള്ളേർ. ഞാൻ മല ഫുള്ളായി കംപ്ലീറ്റ് കയറിയിട്ട് വരാൻ പറഞ്ഞിട്ട് ഇറങ്ങി. അവർ താഴെ എത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്ലിപ്പായി വീണത്. അവരിനെ വിളിക്കുന്നത് വീണപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഫയർഫോഴ്സുകാരനെ വിളിച്ചു. അവർ ഡയറക്റ്റ് ഇവിടുത്തെ SI സാർമാരിനെ വിളിച്ച് കോൺടാക്ട് ചെയ്തു. മുകളിൽ തന്നെ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ കൂട്ടുകാരന്മാർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു. വാട്സപ്പിൽ ചാർജ് ഉണ്ടായിരുന്ന കാരണം അയച്ചു കൊടുത്തിട്ട് അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു. 2 പകലും 2 രാത്രിയും കുറുമ്പാച്ചിമലയിൽ കുടുങ്ങിയതും രക്ഷപ്പെട്ടതുമെല്ലാം ബാബു ചെറുപുഞ്ചിരിയോടെ വിവരിക്കുകയാണ്. രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. മരണഭയം ഉണ്ടായിരുന്നില്ലെന്നും ബാബു. പിന്നീട് രക്ഷപ്പെടുന്നുള്ള ഒരു വിശ്വാസത്തിലിരുന്നു. എന്തിനു വീണു? നമ്മൾ ധൈര്യം ഉണ്ടല്ലോ. നമ്മൾ ധൈര്യത്തോടെ ഇരിക്കും. അവിടെ ഇരിക്കാവുന്ന ഇങ്ങനെ ചാരി ഇരിക്കാം. നമുക്ക് ഒരു ഹോള് പോലത്തെ അതിന് താഴെയുള്ളതിൽ നിന്നിട്ട് തന്നെ നമ്മൾ ശരീരം മാത്രം ബോഡി ബാക്കൗട്ട് ചെയ്തിരിക്കണം ചെരിഞ്ഞിട്ട്. അവിടെ ഇവർ വൈകുന്നേരം 3 to പുലർച്ചെ രാവിലെ 8 മണി വരെ നിന്നു. രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഹെലികോപ്റ്ററിൽ പാറയിടുക്കിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലായി. കരസേനയെത്തിയപ്പോൾ സന്തോഷമായി. ഇവരെത്തി താഴെ മൊത്തം ആർമിക്കാരെത്തിയ കാരണം ഇതിന്റെ സൗണ്ട് ഒരുപാട് കേൾക്കുന്നുണ്ട്. ഹിന്ദിയിലൊക്കെ സംസാരിക്കുമ്പോൾ തമിഴിലൊക്കെ. പിന്നെ അവരിനെ കുറച്ചും കൂടി അവർക്ക് താഴത്തോട്ട് എൻ്റെ സൗണ്ട് എത്തണമല്ലോ. സൗണ്ട് പോകാൻ തുടങ്ങി. ഞാൻ അതിൻ്റെ താഴത്തോട്ട് പിടിച്ചിറങ്ങിയത്. എനിക്ക് മുകളിലോട്ട് പുഷ് ചെയ്ത് കയറാൻ പറ്റില്ല. താഴത്തോട്ട് എങ്ങനെ വേണമെങ്കിലും ഇറങ്ങി വരാം. പിന്നെ താഴത്തോട്ട് ഇറങ്ങി അവിടെ നിന്ന് ഇതാക്കിയാണ്. പട്ടാളത്തിൽ ചേരണമെന്ന ആഗ്രഹം വർദ്ധിച്ചതായും ബാബു. ഞാൻ എയർഫോഴ്സിൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്വഭാവ രീതിയൊക്കെ ഇഷ്ടമാണ്. അതിന് ചേരാൻ താല്പര്യമുണ്ട്. തിരുവനന്തപുരത്ത് മെസ്സിൽ ഏതെങ്കിലും സേന. മുൻപും മല കയറിയിട്ടുണ്ട്. മലകയറ്റം ഇഷ്ടമാണെന്നും എവറസ്റ്റിൽ കയറാൻ പരിശീലനം ലഭിച്ചാൽ പോകുമെന്നും ബാബു ആവേശത്തോടെ പറഞ്ഞു. കയറിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കയറാറുണ്ട്. ഓരോ ടൂർ പോകുമ്പോൾ കൂട്ടുകാരന്മാരിനോട് അങ്ങനെ പണിക്ക് പോകുമ്പോഴൊക്കെ ട്രെയിൻ ചെന്നാൽ ഓക്കെ. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത എല്ലാവരോടും ബാബു നന്ദി പറഞ്ഞു. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്.
SSLC +2 പരീക്ഷകളിൽ ഫോക്കസ് ഏരിയ ഒഴിവാക്കിയ നടപടിയെ വിമർശിച്ച അധ്യാപകരോട് വിശദീകരണം ചോദിച്ചതിൽ ഇടത് അധ്യാപക സംഘടനയിൽ ഉൾപ്പെടെ എതിർപ്പുയരുന്നു. പയ്യന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ പി പ്രേമചന്ദ്രനാണ് വിദ്യാഭ്യാസ വകുപ്പ് നോട്ടീസ് നൽകിയത്. 15 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് ആവശ്യം. SSLC +2 പരീക്ഷകളിൽ ഫോക്കസ് ഏരിയ ഒഴിവാക്കി 30% ചോദ്യങ്ങൾ സിലബസിന് പുറത്തുനിന്ന് ഉൾപ്പെടുത്തിയത് വിദ്യാർത്ഥികളുടെ ഗ്രേഡിനെ ബാധിക്കുമെന്നായിരുന്നു അധ്യാപകന്റെ വിമർശനം. ഫേസ്ബുക്ക് പോസ്റ്റിലെ വിമർശനത്തിന് പിന്നാലെയാണ് പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനായ പ്രേമചന്ദ്രനോട് വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. 15 ദിവസത്തിനകം മറുപടി നൽകണം എന്നാവശ്യപ്പെട്ട് പ്രത്യേക ദൂതൻ വഴിയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നോട്ടീസ് പയ്യന്നൂരിലെത്തിച്ചത്. നടപടിയെ നിയമപരമായി നേരിടാനാണ് അധ്യാപകൻ ഒരുങ്ങുന്നത്. പാഠ്യപദ്ധതി പരിഷ്കരണ സമിതികളിൽ 20 വർഷത്തോളം അംഗമായ അധ്യാപകൻ CPM അനുകൂല അധ്യാപക സംഘടനയായ KSTA-യിൽ അംഗമാണ്. വിഷയത്തിൽ KSTA ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും സംഘടനയ്ക്കുള്ളിൽ നടപടിക്കെതിരെ എതിർപ്പുണ്ട്. കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ KPSTA-യുടേതും മുസ്ലിം ലീഗ് അനുകൂല സംഘടനയായ KSTU-വിൻ്റെയും ഭാരവാഹികൾക്കും സമാനമായ നിലപാടാണ്. BJP അനുകൂല അധ്യാപക സംഘടനയായ NTU-വും നടപടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. ഫോക്കസ് ഏരിയ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ച അധ്യാപകനോട് വിശദീകരണം തേടിയത് വിദ്യാഭ്യാസ ഡയറക്ടറാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാലിക്കേണ്ട കാര്യങ്ങൾ കണക്കിലെടുത്താണ് നടപടിയെന്നാണ് മനസ്സിലാക്കുന്നതെന്നും മന്ത്രി. വിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാലിക്കേണ്ട നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുള്ള വിശദീകരണ നോട്ടീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ വിദ്യാഭ്യാസ ഡയറക്ടറോട് ചോദിക്കുമ്പോൾ അറിയാൻ പറ്റും. അല്ല, അഭിപ്രായ പ്രകടനമൊന്നും അല്ലല്ലോ. നമ്മളൊരു നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണ്? അത്ര മാത്രമേ ഉള്ളൂ. PV അൻവർ MLA-യുടെ ഭാര്യാപിതാവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ റോപ്പ് വേ പൊളിച്ചു നീക്കി തുടങ്ങി. ചീങ്കണ്ണിപ്പാലിയിലെ തടയണയ്ക്ക് കുറുകെ MLA-യുടെ ഭാര്യാപിതാവ് CK അബ്ദുൽ ലത്തീഫ് നിയമവിരുദ്ധമായി കെട്ടിയ റോപ്പ് വേ ആണ് പൊളിക്കുന്നത്. റോപ്പ് വേ പൊളിച്ചു നീക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ ഉത്തരവിട്ടതിനെ തുടർന്നാണ് നടപടി. വെറ്റിലപ്പാറ വില്ലേജിലെ ചീങ്കണ്ണിപ്പാലിയിലുള്ള തടയണയ്ക്ക് കുറുകെ 3 മലകളെ ബന്ധിപ്പിച്ച് പണിത റോപ്പ് വേ ആണ് പൊളിച്ചു നീക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ 3ാം തവണയും ഉത്തരവിട്ടതോടെയാണ് റോപ്പ് വേ പൊളിക്കൽ. ആദ്യഘട്ടത്തിൽ റോപ്പ് അഴിച്ചുമാറ്റിയ ശേഷം ബീമുകൾ പൊളിക്കുന്ന നടപടിയാണ് തുടങ്ങിയിരിക്കുന്നത്. 4 ദിവസത്തിനകം പൂർണ്ണമായും പൊളിക്കാനാവുമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിലയിരുത്തൽ. ചീങ്കണ്ണിപ്പാലിയിൽ വനത്തിലേക്കൊഴുകുന്ന കാട്ടരുവിക്ക് കുറുകെ PV അൻവർ കെട്ടിയ തടയണ പൊളിച്ചു നീക്കാൻ നേരത്തെ മലപ്പുറം ജില്ലാ കലക്ടർ ഉത്തരവിട്ടിരുന്നു. ഇതോടെ തടയണയും റോപ്വേയും ഉൾപ്പെടുന്ന സ്ഥലം MLA ഭാര്യാപിതാവിന്റെ പേരിലേക്ക് മാറ്റി. തുടർന്ന് ഭാര്യാപിതാവ് CK അബ്ദുൽ ലത്തീഫ് ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ നിന്ന് റെസ്റ്റോറന്റ് കം ലോഡ്ജിംഗ് കെട്ടിടം നിർമ്മിക്കാൻ പെർമിറ്റ് നേടിയ ശേഷം തടയണയ്ക്ക് കുറുകെ നിയമവിരുദ്ധമായി റോപ്വേ നിർമ്മിക്കുകയായിരുന്നു. ഓംബുഡ്സ്മാൻ ഉത്തരവ് വന്നതോടെ പൊളിച്ചു നീക്കാൻ 15 ദിവസത്തെ സാവകാശം തേടി അബ്ദുൽ ലത്തീഫ് പഞ്ചായത്തിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ പഞ്ചായത്ത് ഈ ആവശ്യം തള്ളുകയായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്, മലപ്പുറം. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ യുവതിയുടെ മരണം കൊലപാതകമെന്ന് സൂചന. ജയറാം ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. തലയുടെ പിൻഭാഗത്ത് ആഴത്തിൽ മുറിവുള്ളതായും റിപ്പോർട്ടിലുണ്ട്. വനിതാ അന്തേവാസികളുടെ ഏറ്റുമുട്ടലിന് പിന്നാലെയാണ് യുവതി മരിച്ചത്.